അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ മുസ്തഫ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽ അക്സുൽ മുസ്തവി എന്ന ബാബിനു ശേഷം പുതിയ ഒരു ബാബിലേക്ക് കടക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ഇന്ന് നമ്മൾ ബാബിൻ്റെ പേര് അക്സുൻ നഖീൽ എന്നാണ്. അൽ അക്സുൽ മുസ്തവി എന്ന ബാബിന് മുമ്പ് നഖീൽ എന്നൊരു ബാബ് നമുക്ക് പറയാനുണ്ടായിരുന്നു. സമയ ദൗർലഭ്യം മൂലം പരാമർശിക്കാൻ നമുക്കായില്ല. എന്തായാലും ആ വിടവ് കൂടി നികത്തിയാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പറയുന്നത്. അക്സുൻ നഖീൽ എന്ന ബാബിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ടു കാര്യങ്ങൾ. ഒന്ന് അക്സ്, മറ്റൊന്ന് നഖീൽ എന്നതാണ്. അതിൻ്റെ അർത്ഥം അക്സ് എന്ന് പറഞ്ഞാൽ തിരിച്ചിടൽ എന്നാണ്. മുമ്പ് ഞാൻ പരാമർശിച്ചതുപോലെ ഒരു കണ്ണാടിയിൽ പ്രതിഫലിക്കുന്നതാണ് അക്സ്. അപ്പോൾ നമ്മുടെ ഇടതുഭാഗം വലതായിട്ടും വലതുഭാഗം ഇടതായിട്ടുമാണ് കാണുക. സെൽഫി എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതാണ് അക്സ്. സെൽഫി എടുക്കുമ്പോൾ പ്രതിഫലിപ്പിക്കപ്പെടുന്ന സംഗതിയാണ് അക്സ്. നഖീൽ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് എന്നാണ് അർത്ഥം. ഇൻസാൻ്റെ ഓപ്പോസിറ്റ് ലാ ഇൻസാന്, ഹൈവാൻ്റെ ഓപ്പോസിറ്റ് ലാ ഹൈവാന്, അസ്വദിൻ്റെ ഓപ്പോസിറ്റ് ലാ അസ്വദ്, അബിയലിൻ്റേത് ലാ അബിയൽ. സിമ്പിളാണ് നഖീൽ മനസ്സിലാക്കാൻ. അപ്പോൾ അക്സുൻ നഖീലിൽ നമ്മൾ ചെയ്യേണ്ട രണ്ട് പ്രോസസ്സുകൾ, അതിലുള്ള അല്ലേ ഒരു കളിയയിൽ മൗലൂഉം മഹ്മൂലും ഉണ്ടാവുക. ഈ മൗലൂഇൻ്റെയും മഹ്മൂലിൻ്റെയും നഖീൽ കണ്ടെത്തുക. കുല്ലു ഇൻസാനിൻ ഹയവാന് എന്നാണെങ്കിൽ അക്സ് നഖീലിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് ഇൻസാൻ്റെ നഖീലായ ലാ ഇൻസാന്, ഹയവാൻ്റെ നഖീലായ ലാ ഹയവാന്, ഈ രണ്ടിനെയും വേർതിരിച്ചു വെക്കുക. എന്നിട്ട് ഇൻസാൻ ഉണ്ടായിരുന്നിടത്ത് ലാ ഹയവാനെ കൊണ്ടുപോയിടുക, ഹയവാൻ ഉണ്ടായിരുന്നിടത്ത് ലാ ഇൻസാനെയും കൊണ്ടുപോയിടുക. സംഗതി തീർന്നു. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് ഷർത്തുകൾ പാലിക്കണം. സിദ്ഖും കൈഫും പാലിക്കുകയും വേണം. കാര്യം ബോധ്യപ്പെട്ടല്ലോ. ഇനി നമുക്ക് മുന്നോട്ട് പോവാം. അക്സുൻ നഖീൽ ഹുവ ജഅലു, നേരത്തെ നമ്മൾ പറഞ്ഞ ജഅലുൽ ജുസ്ഇൽ അവ്വൽ മിനൽ ഖളിയത്തി സാനിയ എന്നാണ്. അക്സ് മുസ്തവിയിൽ ഇത് കുറച്ചൊരു ചെറിയൊരു സാധനം ചേർത്ത് കൊടുത്താൽ മതി. ജഅലു നഖീലിൽ ജുസ്ഇൽ അവ്വൽ മിനൽ ഖളിയത്തി സാനിയ വന്നഖീലിൽ ജുസ്ഇ സാനി അവ്വല മഅ ബഖാഇ സിദ്ഖി വൽ കൈഫ്. ചെറിയൊരു നേരത്തെ ഉള്ളിടത്ത് രണ്ട് ഭാഗങ്ങളിലായിട്ടൊരു നഖീൽ എന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഒന്നാമത്തെ ജുസ്ഇൻ്റെ നഖീലിനെ രണ്ടാമത്തെ കൊണ്ടുപോയിടുക, രണ്ടാമത്തെ ജുസ്ഇൻ്റെ നഖീലിനെ ഒന്നാമതും കൊണ്ടുപോയിടുക. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കുല്ലു ഇൻസാനിൻ ഹയവാൻ എന്നുള്ളിടത്ത് നമ്മൾ എങ്ങനെ ഇടുക? കുല്ലു ഇൻസാനിൻ ഹയവാൻ. ഇവിടെ ഇൻസാനാണ് മൗലൂ, ഹയവാനും മഹ്മൂലുമാണ്. അപ്പോൾ ഞാൻ നേരെ തിരിച്ച് കുല്ലു ലാ ഹയവാനിൻ ലാ ഇൻസാനും. ഒരു ലാ അല്ലേ തിരിച്ചിടുന്ന കൂടെ തന്നെ ഒരു ലാ രണ്ടിനും ഇട്ട് കൊടുക്കുക. ഹാദാ ഉസ്ലൂബുൽ മുതഖദ്ദിമീൻ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മന്തിക്കിൽ മുതഖദ്ദിമീങ്ങളുണ്ട് മുതഅഖിരീങ്ങളുണ്ട്. മുതഖദ്ദിമീങ്ങൾ സ്വീകരിച്ച ശൈലിയാണിത്, മുൻഗാമികൾ സ്വീകരിച്ച ശൈലി. അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. 4 തരം കളിയകളാണ് ഉണ്ടാവുക. മൂജബ കുല്ലിയ, മൂജബ ജുസിയ, സാലിബ കുല്ലിയ, സാലിബ ജുസിയ. നമ്മൾ അക്സ് മുസ്തവിൽ കാണിച്ചതുപോലെ. അപ്പം ഇനി ഇവിടെ സിദ്ഖ് കൈഫ് എന്നുള്ളത് പ്രധാനമാണല്ലോ. ഇത് രണ്ടും പാലിച്ചു വേണമല്ലോ ചെയ്യാനും. അപ്പോൾ മൂജബ അക്സ് നഖീലിൽ മൂജബ കുല്ലിയയുടെ അക്സ് നഖീൽ എന്തായിരിക്കും? മൂജബ ജുസിയയുടെ അക്സ് നഖീൽ എന്തായിരിക്കും? സാലിബ കുല്ലിയയുടെ അക്സ് നഖീൽ എന്തായിരിക്കും? സാലിബ ജുസിയയുടെ അക്സ് നഖീൽ എന്തായിരിക്കും? ഇത്രേ പറയുന്നുള്ളൂ. ഫതൻ അക്സുൽ മൂജബത്തുൽ കുല്ലിയ ബിഹാദൽ അക്സി കനഫ്സിഹ. ഈ അക്സ് പ്രകാരം എന്ന് പറഞ്ഞാൽ അക്സ് നഖീൽ പ്രകാരം മൂജബ കുല്ലിയ ആയിട്ട് തന്നെ അക്സായി മാറും. മൂജബ കുല്ലിയയുടെ അക്സ് നഖീൽ എന്ത്? മൂജബ കുല്ലിയ തന്നെ. ഓക്കെ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, നമ്മളൊരു പറച്ചിൽ മാത്രം ഉണ്ടാവുക, അർത്ഥം ശ്രദ്ധിക്കണം. കുല്ലു ഇൻസാനിൻ ഹയവാൻ ഒരു മൂജബ കുല്ലിയായ ഒരു കളിയാണ്, ഒരു ഒറിജിനൽ കളിയാണ്. കുല്ലു ഇൻസാൻ ഹയവാൻ. എല്ലാ മനുഷ്യന്മാരും ജീവികളാണ്, ഉറപ്പല്ലേ? എല്ലാ മനുഷ്യന്മാർക്കും ജീവനുണ്ട്. ജീവനില്ലാത്തതിന് മനുഷ്യൻ പറയില്ല, മൃതദേഹം അല്ലേ? കുല്ലു ഇൻസാനിൻ ഹയവാൻ, എല്ലാ മനുഷ്യന്മാരും ജീവികളാണ്. ഇത് തിരിച്ചിടുമ്പോൾ നമ്മൾ എന്ത് വേണം? കുല്ലു ലാ ഹയവാനിൻ ലാ ഇൻസാൻ എന്നാണ് ഇതിൻ്റെ അക്സ്. മൂജബ കുല്ലിയൻ്റെ അക്സ് മൂജബ കുല്ലി തന്നെ ആവണ്ടേ? അപ്പോൾ കുല്ലു ലാ ഹയവാനിൻ ലാ ഇൻസാനുൻ, എല്ലാ ജീവനില്ലാത്തത് എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ ഉണ്ടോ അതിനെക്കുറിച്ചൊക്കെ മനുഷ്യനല്ലാത്തത് എന്ന് നമുക്ക് പറഞ്ഞൂടെ അല്ലേ? ജീവനില്ലാത്തത് എന്നുള്ളത്. ഇപ്പോൾ ജീവനില്ലാത്തതായിട്ടൊരു 5 കാര്യങ്ങൾ പറയൂ. കല്ല്, മരം, പെൻസില്, സ്വിച്ച്, ബൾബ്. 5 കാര്യങ്ങൾ. ഇത് മനുഷ്യരും അല്ലല്ലോ. ഇതിനെക്കുറിച്ച് മനുഷ്യനല്ലാത്തത് എന്ന് നമുക്ക് പറഞ്ഞൂടെ? പറയാം അല്ലേ? നമ്മൾ പറഞ്ഞ ഉദാഹരണ പ്രകാരമാണെങ്കിൽ
കുല്ലു കൈരാലിയുൻ ഹിന്ദിയുൻ, എല്ലാ കേരളക്കാരും ഇന്ത്യക്കാരാണ്. അതിൻ്റെ അക്സ് എന്തായിരിക്കും? കുല്ലു ലാ ഹിന്ദിയിൻ ലാ കൈരാലിയുൻ, ഇന്ത്യക്കാരല്ലാത്തവരൊക്കെ കേരളക്കാരല്ലാത്തവരും ആയിരിക്കും അല്ലേ. ഇന്ത്യക്കാരല്ലാത്തവർ പാകിസ്ഥാനികൾ, നേപ്പാളികൾ, പിന്നെ ഇറാഖികൾ, ഇറാനികൾ, മറ്റേതെങ്കിലും ഒരു ഹോളണ്ടുകാർ, ഇവരൊക്കെ കേരളക്കാരല്ലാത്തവരും കൂടിയല്ലേ ആണ്, ഇങ്ങനെ പറയാൻ പറ്റും. അപ്പോൾ മൂജബ കുല്ലി തന്നെ ആവാൻ പറ്റുള്ളൂ. മൂജബ ജുസിയയിൽ എന്തായിരിക്കും പ്രശ്നം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അടുത്തത് മൂജബ ജുസ്ഇയ. മൂജബ ജുസ്ഇയ ലാ തൻഅക്സു ബിഹാദൽ അക്സി, അതിന് അക്സില്ല, അതിന് അക്സ് നക്കീൽ ഇല്ല. അക്സ് മുസ്തവി ഉണ്ടായിരുന്നു അല്ലേ, അക്സ് മുസ്തവി ഇല്ലാതിരുന്നത് സാലിബ ജുസിയക്കായിരുന്നു. ഇവിടെ മൂജബ ജുസിയക്കാണ് അക്സ് നക്കീൽ ഇല്ലാത്തത്. ഉദാഹരണം ബഅദുൽ ഹയവാനി ലാ ഇൻസാൻ അല്ലേ, ബഅദുൽ ഹയവാനി ലാ ഇൻസാൻ. ഇവിടെ അർത്ഥം വെക്കുന്നത് ശ്രദ്ധിക്കണം. കാരണം ചിലർക്ക് തോന്നും ഇതതിന് മൂജബ ജുസി അല്ലല്ലോ, സാലിബ ജുസി അല്ലേ. നോക്കൂ, ബഅദുൽ ഹയവാനി ലാ ഇൻസാൻ, ബഅദുൽ ഹയവാനി ലൈസ ബി ഇൻസാൻ എന്ന് പറയുന്നത് പോലെയല്ലേ. അല്ല, ലൈസ ബി ഇൻസാൻ എന്നുള്ള സംഗതി, ഇത് ലാ ഇൻസാൻ എന്ന ഒന്നാണ്, അതൊരു പദമാണ്. മനസ്സിലായല്ലോ, ലാ ഇൻസാൻ എന്ന് പറഞ്ഞാൽ ഒരു പദമാണ്. അതായത് ലാ വേറെയും ഇൻസാന് വേറെയും അല്ല. ലൈസ ബി ഇൻസാൻ എന്നുള്ളിടത്ത് ലൈസ വേറെയും ഇൻസാന് വേറെയായിരുന്നു. ഇത് ലാ ഇൻസാൻ എന്നൊരു സംഗതിയാണ്, മനുഷ്യനല്ലാത്തത് എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലാതെ മനുഷ്യൻ അല്ല എന്നല്ല. ഓക്കെ, അപ്പോൾ അത് മൂജബ കുല്ലി തന്നെ, മൂജബ ജുസി തന്നെയാണ്. അർത്ഥം വെക്കുന്നത് ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. ബഅദുൽ ഹയവാനി, ചില ജീവികൾ, ലാ ഇൻസാനുൻ, മനുഷ്യനല്ലാത്തത് ആണ് എന്നല്ല അവസാനം വരുന്നത്. അപ്പോൾ മൂജബയിലെ മനുഷ്യനല്ലാത്തതാണ്. മനുഷ്യനല്ല എന്ന് പറയുകയാണെങ്കിൽ അത് സാലിബായിരിക്കും. പക്ഷെ നമ്മളിവിടെ പറയുന്നത് ചില ജീവികൾ മനുഷ്യനല്ലാത്തത് ആണ്, അപ്പോൾ മൂജബ ജുസിയെ. ചില ജീവികൾ മനുഷ്യനല്ലാത്തതാണ്, ഉറപ്പല്ലേ. ചില ജീവികൾ, ഉദാഹരണം കടുവ, പുലി, കരടി, മാന്, അതൊന്നും മനുഷ്യനല്ലാത്തതാണ്. ഇത് തിരിച്ചിട്ടാ നോക്കി നിങ്ങൾ, ഇത് തിരിച്ചിട്ടാ ലാ ഇൻസാന് എന്നുള്ളതിൻ്റെ നക്കീൽ ഇൻസാന്, ഹയവാന് എന്നുള്ളതിൻ്റെ നക്കീൽ ലാ ഹയവാന്. അപ്പം ഇങ്ങനെ വരും. ഒന്നുകിൽ ഇങ്ങനെ വരണം, കുല്ലു ഇൻസാനിൻ, എല്ലാ മനുഷ്യരും, ലാ ഹയവാനുൻ, ജീവനില്ലാത്തത് ആണെന്ന് പറയും. മനുഷ്യന്മാരോ എല്ലാ മനുഷ്യന്മാരും ജീവനില്ലാത്തത്, അത് തെറ്റാണ്. ഇനി കുറച്ചെടുത്താൽ ബഅദുൽ ഇൻസാനി ലാ ഹയവാന്, ചില മനുഷ്യന്മാർ ജീവനില്ലാത്തതാണ്, അതും തെറ്റാണ്. അപ്പോൾ ഇതിനെന്ത് വരാൻ പറ്റില്ല? മൂജബ ജുസിയക്ക് അക്സ് വരാൻ പറ്റില്ല. പിന്നെ വരാൻ പറ്റുന്ന സാലിബ കുല്ലിയ, സാലിബ ജുസിയെ. അപ്പോൾ കൈഫ് ബക്ക ആവുക എന്നുള്ള ഷർത്ത് പോവില്ലേ. അപ്പോൾ മൂജബ ജുസിയൻ്റെ അക്സ് നക്കീലായിട്ട് മൂജബ ജുസിയും വരാൻ പറ്റില്ല, മൂജബ കുല്ലിയും വരാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അതിന് അക്സ് നക്കീൽ ഇല്ല എന്നാണ്. ഓക്കെ ആണല്ലോ. അടുത്തത് സാലിബ കുല്ലിയ. വസ്സാലിബത്തുൽ കുല്ലിയത്തു തൻഅക്സു ഇലാ സാലിബ ജുസ്ഇയ. സാലിബ കുല്ലിയയുടെ അക്സ് നഖീൽ സാലിബ ജുസ്ഇയ ആയിരിക്കും. ഉദാഹരണം ലാ ഷൈഅ മിനൽ, ഇവിടെ കുറച്ച് കൂടുതൽ ശ്രദ്ധ ചെലുത്തണേ, ഈ നഖീലും കൂടി ഉള്ളതുകൊണ്ടേ. ലാ ഷൈഅ മിനൽ ഇൻസാനി ബി ഫറസിൻ, എല്ലാവർക്കും അറിയാം, ഒരു സാലിബ കുല്ലിയായ കഥയാണ്. ഒരു മനുഷ്യനും കുതിരയല്ല, കുതിര വേറെ മനുഷ്യന്മാർ. ഒരു മനുഷ്യനും കുതിരയല്ല, ഒരു മനുഷ്യനും കുതിരയല്ല, ഒരു മനുഷ്യനും സാലിബ കുല്ലിയാണ്. ഇതിൻ്റെ അക്സായിട്ട് വരാൻ പറ്റുന്ന ഒന്നുകിൽ സാലിബ ജുസി അല്ലെങ്കിൽ സാലിബ കുല്ലി തന്നെയാണ് അല്ലേ. ഇപ്പോൾ നമ്മൾ പറയുന്നത് സാലിബ ജുസിയാണ് വരാം. അപ്പോൾ തക്കൂലു ഫി അക്സി, അക്സ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് നക്കീലാക്കണം അല്ലേ. ഇൻസാൻ്റെ നക്കീൽ ലാ ഇൻസാന്, എന്നിട്ട് രണ്ടാമത് വരണം. ഫറസിൻ്റെ നക്കീൽ ലാ ഫറസ്, അത് ഒന്നാമതും വരണം. എന്നിട്ട് നമ്മളിങ്ങനെ പറയാം, ബഅദുൽ ലാ ഫറസി, കുതിരകൾ അല്ലാത്തതിൽ ചിലത്, കുതിര അല്ലാത്തതിൽ ചിലത്. കുതിര അല്ലാത്ത ചിലത് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ മൂന്നെണ്ണം എടുക്കുക. ഒരു പോത്ത്, ഒരു എരുമ, ഒരു കരടി, അല്ല ഒരു നാലെണ്ണം എടുക്കുക. എന്നിട്ട് മനുഷ്യൻ, നാലെണ്ണം കേട്ടോ. അപ്പോൾ ലോകത്ത് കുതിര അല്ലാത്തത് പറഞ്ഞിട്ട് നാലെണ്ണമുള്ളൂ എന്ന് സങ്കല്പിക്കുക. അപ്പോൾ ബഅദുൽ ലാ ഫറസി, കുതിര അല്ലാത്തത് ഒരുപാടുണ്ട്, അതിൽ ചിലത് മാത്രം നമ്മൾ എടുത്തു. പോത്ത്, എരുമ, കരടി, മനുഷ്യൻ. അതിൽ ചിലത് കുതിര അല്ലാത്തതിൽ ചിലത് ലൈസ ബിലാ ഇൻസാനി, മനുഷ്യനല്ലാത്തത് അല്ല എന്ന് വെച്ചാൽ മനുഷ്യനാണ്. നമ്മൾ നാലെണ്ണമാണ് കുതിര അല്ലാത്തതായിട്ട് എണ്ണിയത്. ഒന്ന് പോത്ത്, ഒന്ന് എരുമ, ഒന്ന് കരടി, ഒന്ന് മനുഷ്യൻ അല്ലേ. അതിൽ ചിലത് മനുഷ്യനാണ്, ആണല്ലോ, നാലാമത്തെ മനുഷ്യനാണ്. ശരിയായി. ബഅദുൽ ലാ ഫറസി, കുതിര അല്ലാത്തതിൽ ചിലത്. പ്രത്യേകം ശ്രദ്ധിച്ചോളിയും, ആവർത്തിക്കുകയാണ്. ബഅദുൽ ലാ ഫറസി, കുതിര അല്ലാത്തതിൽ ചിലത്, ലൈസ അല്ല, ബിലാ ഇൻസാനി, മനുഷ്യനല്ലാത്തതല്ല, അഥവാ മനുഷ്യനാണ്. കുതിര അല്ലാത്തതിൽ ചിലത് മനുഷ്യനാണ്. കുതിര അല്ലാത്തതായിട്ട് പോത്ത്, എരുമ, കരടി, മനുഷ്യൻ, അതിൽ ചിലത്, അഥവാ ഒന്ന് മനുഷ്യനാണല്ലോ. അപ്പോൾ ശരിയായി. ഇവിടെ മൂജബ ജുസിയെ മാത്രമേ വരാൻ, അല്ല സാലിബ ജുസിയെ മാത്രമേ വരാൻ പറ്റുള്ളൂ, സാലിബ കുല്ലിയെ വരാൻ പറ്റൂല. കാരണം ഈ ബഅദുൽ ലാ ഫറസി ലൈസ ബിലാ ഇൻസാൻ എന്നുള്ളടത്ത് ഒന്ന് നോക്കി നിങ്ങൾ അല്ലേ. ലാ ഷൈഅ മിനൽ ലാ ഫറസി ബി ഇൻസാനിൻ എന്ന് വന്നാൽ എന്തേക്കാ, ബിലാ ഇൻസാനിൻ എന്ന് വന്നാൽ എന്തേക്കാ അർത്ഥം? ലാ ഷൈഅ മിനൽ ലാ ഫറസി, കുതിരകളല്ലാത്തതിൽ ഒന്നും തന്നെ ഇല്ല, ബിലാ ഇൻസാനിൻ,
മനുഷ്യനല്ലാത്തതായിട്ടില്ല. അത് പറഞ്ഞാൽ കുതിര അല്ലാത്തതും ഒക്കെ മനുഷ്യനാവേണ്ടി വരും. അങ്ങനെയല്ലല്ലോ. അപ്പോൾ പോത്ത് എരുമ കരടി എന്താ ചെയ്യുക? എങ്ങനെ? കുതിര അല്ലാത്തതൊക്കെ മനുഷ്യനാവുക എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. കുതിര അല്ലാത്തതിൽ ചിലത് മാത്രമേ മനുഷ്യനാവാൻ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ. അവിടെ തന്നെ പറയുന്നുണ്ട് വലാ തഖൂൽ, എന്ത് പറയാൻ പറ്റൂല? ലാ ശൈഅ മിനൽ ലാ ഫറസി, കുതിര അല്ലാത്തതിൽ ഒന്നും തന്നെ ഇല്ല. ബിലാ ഇൻസാനിൻ, മനുഷ്യനല്ലാത്തതായിട്ടില്ല എന്ന്. അഥവാ മനുഷ്യനാണ്, കുതിര അല്ലാത്തതൊക്കെ മനുഷ്യനാണ് എന്ന് വന്നാൽ ലസദുക നഖീലുഹു, അതിൻ്റെ നഖീൽ ശരിയാവേണ്ടി വരും. ബാദുല്ലാ ഫറസില ഇൻസാനിൻ, അല്ലേ? കുതിര അല്ലാത്തതിൽ ചിലത് മനുഷ്യനല്ലാത്തതാണ് എന്ന് പറയേണ്ടി വരും. അത് തെറ്റാണ്. അടുത്തത് വസാലിബത്തുൽ ജുസ്ഇയ്യ, സാലിബ ജുസ്ഇയ്യ തൻ അക്സുല സാലിബ ജുസ്ഇയ്യ. സാലിബ ജുസ്ഇയ്യൻ്റെ ഓപ്പോസിറ്റ് അല്ല, അക്സിൻ അക്കീലും സാലിബ ജുസ്ഇയ്യാണ്. ഉദാഹരണം ബഅദുൽ ഹയവാനി ലൈസ ബി ഇൻസാൻ, ചില ജീവികൾ മനുഷ്യരല്ല. ശരിയാണ്, ചില ജീവികൾ മനുഷ്യരല്ല. അതിൻ്റെ അക്സിൻ അക്കീൽ എന്ത് വരണം? ബഅദുല്ലാ ഇൻസാനി ലൈസ ബിലാ ഹയവാനി, ബഅദുല്ലാ ഇൻസാനി, അല്ലേ? മനുഷ്യരല്ലാത്തതിൽ ചിലത് ലൈസ അല്ല, ബിലാ ഹയവാനിൻ, ജീവി അല്ലാത്തതല്ല, അഥവാ ജീവിയാണ്. മനുഷ്യരല്ലാത്തതിൽ ചിലത് ജീവിയാണ്. ഉദാഹരണം കൽ ഫറസി, കുതിരയെ പോലെ. ഓക്കെ, ഇങ്ങനെ നാളമാണ്. അഥവാ മൂജബ കുല്ലിയയുടെ അക്സിനക്കീൽ മൂജബ കുല്ലിയ, മൂജബ ജുസിയക്ക് അക്സിനക്കീൽ ഇല്ല. സാലിബ കുല്ലിയയുടെ അക്സിനക്കീൽ സാലിബ ജുസിയ, സാലിബ ജുസിയൻ്റെ അക്സിനക്കീൽ സാലിബ ജുസിയ. ഇങ്ങനെയാണ്. ഇതിൻ്റെ വിശദീകരണം ഞാൻ ഇതിൻ്റെ കൂടെ അയക്കുന്ന കുറിപ്പിലുണ്ട്. അതിൽ ഏറ്റവും അവസാനമായിട്ട് അക്സ് മുസ്തവിയുടെ, അല്ലേ, ഈ 4 ഖളിയകളുടെയും അക്സ് മുസ്തവി എങ്ങനെയായിരിക്കും, ഈ 4 ഖളിയയുടെ അക്സിനക്കീൽ എന്തായിരിക്കും എന്നുകൂടി ചേർത്തിട്ടുണ്ട്. ഉഖൂസുൽ മുവജ്ജഹാത്തി, ഇനി മുവജ്ജഹാത്തുകൾ അത് കഴിഞ്ഞതാണ്, നോക്കണ്ട. മദ്കൂറത്തും ഫീ കുതുബി തിവാൽ വഹാഹുനാക തമ്മത്ത്, ഇവിടെ നിന്ന് മാത്രം വായിച്ചാൽ മതി. വഹാഹുനാക തമ്മത്ത് മബാഹിത്തുൽ ഖലായ വഹ്കാമുഹ, ഇവിടെ ഖളിയകൾ, ജുംലകൾ, സെൻറ്റൻസുകളെ കുറിച്ചുള്ള ചർച്ച തീരുകയാണ്. ഇനി നമ്മൾ ശരിക്കും ഒരു കോടതിയിലേക്ക് കയറുകയാണ്. അവിടെ ഹുജ്ജത്തുകൾക്കാണ് പ്രാധാന്യം. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സമർത്ഥിക്കുന്നതിനാണ് കയ്യടി കിട്ടുന്നത്. അതാണ് നമ്മൾ ഇനി മുതൽ പറയുന്നത്. അപ്പോൾ കാര്യങ്ങൾ നേരെ കൃത്യമായി കേൾക്കുക. അതുകൊണ്ട് തന്നെ കുറച്ചെടുത്തിട്ടുള്ളൂ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.